ഞാൻ ആത്മഹത്യ 2-3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയതാണ്. കാരണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്നെ വിശ്വസിച്ച് കൊടുത്ത പൈസ കൊടുത്ത ആൾക്കാരുടെ അടുത്ത് മുഖത്ത് നോക്കി എനിക്ക് ഇല്ല എന്ന് പറയാനൊരവസ്ഥ ഇല്ല. അപ്പോൾ നന്ദകുമാർ, ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. എന്നെ ഒരു പുനർജന്മം നൽകി ഈ പരിശുദ്ധ മാതാവിൻ്റെ അൾത്താരിയിൽ നിന്ന് വന്ന് പറയാനുള്ള അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാൻ 2020 കാലഘട്ടത്തിൽ 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഞങ്ങളുടെ കട്ടപ്പന മേരികുളം അയ്യപ്പൻകോവിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരിക്കെ എൻ്റെ ഒരു കൂട്ടുകാരത്തി ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്ന് അവർക്ക് ഇസ്രയേലിന് പോകുവാനാണ്, കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയും ആദ്യം ഞാനൊരു 3-4 തവണ ഒഴിഞ്ഞു മാറിയെങ്കിലും വലിയ ഭീമമായ തുക വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് അവർ എങ്ങനെയോ ഒരു 4-5 തവണ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരിൽ പെട്ടു. ഞാൻ എല്ലാവരും കുറേ പേരെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ആരെ നേരിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും വിളിച്ചു പറഞ്ഞനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള പൈസ അത് കുറേ അധികം ലക്ഷങ്ങളുണ്ട് അവർക്ക് കൊടുക്കുകയും, പക്ഷേ അവർ എന്നെ ശരിക്കും ചതിക്കുമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് കൊടുക്കുവാനുള്ള പൈസ ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് എന്നെ വിശ്വസിച്ച് കൊടുത്ത ആൾക്കാരെ ഒരിക്കലും എനിക്ക് ചതിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവർക്ക് കുറേ പേർക്കൊക്കെ ഞാൻ ഇവിടുന്നും ഒക്കെ തിരിച്ചും മറിച്ചും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളും ഇട്ടും ബാങ്കിൽ കിടന്ന പൈസയൊക്കെ എടുത്ത് ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞെങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ മാനസികമായിട്ട് വളരെയധികം തകർന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പലതവണ ഞാൻ എൻ്റെ റൂമിൽ കിടന്നുകൊണ്ട് ഫാനയിലോട്ട് നോക്കി ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരുക്കത്തിൽ ഞാനിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ യേശു ക്രിസ്തുവും പരിശുദ്ധ അമ്മയും എനിക്ക് ആ മരണത്തിൽ നിന്നെല്ലാം എന്നെ ഒഴിവാക്കിക്കൊണ്ട്, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖവും അതുപോലെ തന്നെ വാങ്ങിച്ചു കൊടുത്ത് ഇനിയും കൊടുക്കുവാനുള്ള ആൾക്കാരുണ്ട്, അവരെ എന്നെ വിശ്വസിച്ച് കൊടുത്തുകൊണ്ട് എനിക്ക് അവരെ ചതിക്കാൻ പറ്റത്തില്ലോ ഒരു മനസ്സിൽ എൻ്റെ ഇത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് അതിനൊന്നും സാധിച്ചില്ല. പിന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മോൾ അന്ന് ബഹ്റിനിലായിരുന്നു. അപ്പോൾ ഞാൻ മോളുടെ അടുത്തേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് ശരിക്കും ജോലി ചെയ്ത് കുറേയധികം പൈസ ഞാൻ കടം വീട്ടുകയും അതുപോലെ തന്നെ എൻ്റെ ഇളയ മോള് ഒരു 15-20 ലക്ഷം രൂപയ്ക്കടുത്ത് അതും കടം വീട്ടി. ഇപ്പോൾ എൻ്റെ സ്ഥലം മാത്രമാണ് നിൽക്കുന്നത്. അത് കുട്ടി എനിക്ക് തരാനുള്ള പൈസ തരാമെന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും 1 രൂപ പോലും എനിക്ക് തന്ന് എന്നെ സഹായിച്ചിട്ടില്ല. അതിൻ്റെ മാനസികമായ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ബഹ്റിനിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ നേരത്തെ തന്നെ പരിശുദ്ധ അമ്മയിലും യേശു ക്രിസ്തുവിലും വിശ്വസിച്ച്, ഞാനൊരു ഹിന്ദുവാണ്, എന്നാൽ പോലും ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു വിശ്വാസത്തിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു, ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ ഞാൻ ബഹ്റിനിലായിരുന്ന സമയത്ത് അവിടെ യൂട്യൂബിൽ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അവിടുത്തെ പ്രാർത്ഥന യൂട്യൂബിൽ കണ്ടു പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും ആരാധന കൂടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാനിവിടെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നേരിട്ട് 2022 ഡിസംബർ മാസം 27-ാം തീയതി ഞാൻ നേരിട്ട് ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിൻ്റെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്. വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് മോളുടെ അടുത്തേക്ക് കയറിപ്പോയി. അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കിവിടുന്ന് ലഭിക്കുകയുണ്ടായി. കാരണം എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള സാഹചര്യങ്ങൾ പലയിടത്തുനിന്നും ഞാൻ കൊടുക്കാനുള്ളവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്കിപ്പോൾ പൈസ തരണ്ട, ചേച്ചിക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നാൽ മതി, ചേച്ചി ആരോഗ്യത്തോടെയും വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടാൽ മതി എന്ന് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ആശ്വാസം തോന്നി. പക്ഷേ അവരുടെ എല്ലാം പൈസ ഞങ്ങൾ കൊടുത്തു തീർത്തു. എന്നെങ്കിലും അതുപോലുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ധാരാളം ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ ജപമാല എല്ലാ ദിവസവും 6 മണിക്ക് ഞാൻ ജപമാല ചെല്ലും. അതുപോലെ തന്നെ ഇവിടെ അച്ഛൻ്റെ ആരാധന എല്ലാ ചൊവ്വാഴ്ചകളിലും ആരാധന ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട്. അച്ഛൻ്റെ ടോക്ക് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്. ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും അച്ഛൻ്റെ ആരാധനയും ഒക്കെ ഞാൻ ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവരെല്ലാം കുറേ അധികം ആളുകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ടപ്പനയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ചെറിയ മടിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, അമ്മയ്ക്ക് എവിടെയാണ് താമസിക്കാൻ ഇഷ്ടം, അവിടെ വീട് വാങ്ങിച്ചു തരാം അമ്മ, ഇനി അവിടെ പോയി ജോലി ചെയ്യരുത്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പാലായിൽ ഞങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തന്നു.
ഞാനിപ്പോൾ താമസിക്കുന്നത് പാലായിലാണ്. ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. കട്ടപ്പനയിലെ വീട് സ്ഥലവും ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ചേട്ടന് അവിടെയും ഇവിടെയായിട്ട് അങ്ങനെ നിന്ന് പോകുന്ന അവസരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. അപ്പം എല്ലാവരും ചോദിക്കും, പേടിയാണ്. അത്യാവശ്യം ഒരു വലിയ വീടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം എനിക്കൊരു പേടിയുമില്ല. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എന്നോടൊപ്പം എപ്പോഴും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് 100% എനിക്കിപ്പോഴുമുണ്ട്. അങ്ങനെ ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു എൻ്റെ അടുത്ത് വന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഗേറ്റ് തുറന്ന് നേരിട്ട് തിരുക്കുമാരൻ വന്ന് ബെല്ലടിച്ച് ഞാൻ ചെന്ന് കതക് തുറന്ന് നോക്കിയപ്പം യേശു എൻ്റെ ഡോറിൻ്റെ വാതിൽക്ക് നിൽക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ കിടക്കുന്ന മുറിയിൽ ഞാൻ കിടക്കുന്നതിൻ്റെ തലയ്ക്കിൽ യേശു വന്ന് കൈപൊക്കി യേശുവിൻ്റെ കക്ഷത്തിൽ നിന്ന് കുറേയധികം മഴത്തുള്ളികൾ എൻ്റെ ദേഹത്തേക്ക് വീഴുന്നതായിട്ട് എനിക്ക് നല്ലതുപോലെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ മുറിയിൽ വന്ന് വലിയ പരിമള സുഗന്ധം, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പച്ചത്തിരിയിൽ എനിക്ക് അമ്മയുടെ വിമല ഹൃദയം എപ്പോഴും തന്നെ തെളിഞ്ഞ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ എല്ലാ മാസവും ഉടമ്പടി എടുത്തിട്ട് എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്. പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ദിവസം വന്നപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആദ്യത്തെ മാതാവിൻ്റെ അവിടെ വന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന കൂട്ടത്തിൽ എനിക്ക് വലിയ സുഗന്ധം അനുഭവപ്പെട്ടു. അപ്പം ഞാൻ തിരിച്ചു നോക്കി ആരെങ്കിലും മുല്ലപ്പൂ ചൂടി വന്നതാണോ നോക്കിയപ്പോൾ ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നോടൊപ്പം തന്നെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അന്നും ഇന്നും എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു പുനർജീവൻ നൽകി ഞാൻ ഇപ്പോൾ അത്യാവശ്യം സന്തോഷത്തോടു കൂടി ജീവിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ മോള് നേഴ്സായിട്ട് ബഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് UK പോകുവാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. 16 പ്രാവശ്യം IELTS എഴുതി. 16 പ്രാവശ്യം എഴുതിയിട്ടും ഓരോ മൊഡ്യൂൾസിനും 0.5 വെച്ച് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തേച്ച് പോയതിൻ്റെ അന്ന് അവിടെ ചെന്നപ്പം മോളോട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മോൾക്കും വലിയ വിശ്വാസം ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്. നേരത്തെ അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദുവിൽ തന്നെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ മങ്ങൽ സംഭവിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, നീ ഇനി IELTS എഴുതണ്ട, നമുക്ക് OET എഴുതി നോക്കാം. പരിശുദ്ധ അമ്മയോടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മ നിനക്ക് ആദ്യത്തെ OETക്ക് തന്നെ പാസ്സാകും, നിനക്ക് UK സ്കോർ കിട്ടും, എഴുതാൻ പറഞ്ഞ് ധൈര്യമായിട്ട് ബഹ്റിനിൽ തന്നെ എഴുതി. ആദ്യത്തെ OET എഴുതിയപ്പോൾ തന്നെ UK സ്കോർ കിട്ടി. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. അപ്പോൾ അമ്മ എനിക്ക് 3 മാസത്തിനുള്ളിൽ എൻ്റെ കൊച്ചിനെ UK വിടണം എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധ അമ്മ കൂടെ നിന്നുകൊണ്ട് 2 മാസമായപ്പോൾ അവൾക്ക് വിസ അടിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു. അപ്പം 1 മാസം മുൻപേ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 3-ാമത്തെ മാസം റിസൈൻ ചെയ്ത് എൻ്റെ മോള് UK കയറി പോവുകയും അതിനുശേഷം ഭർത്താവും കൊച്ചും അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഭർത്താവും കൊച്ചും മാത്രമേ ഉള്ളൂ, അവരെയും കൂടെ അമ്മ ഇന്ന് പറഞ്ഞു വിടണമേ, 3 മാസത്തിനുള്ളിൽ അവരുടെ മോളുടെ അടുത്ത് എത്തിക്കണമേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൃത്യം 3-ാമത്തെ മാസം മോള് പോയ അതേ 28-ാം തീയതി ഡേറ്റിൽ ഹസ്ബൻഡിനെയും കുട്ടിയെയും UK കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. UK ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും NHSലാണ് അവൾക്ക് ജോലി ലഭിച്ചിട്ടുള്ളത്. അവിടെ ചെന്നിട്ട് വേറൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം 34 പേര് എഴുതിയതിൽ 3 പേരാണ് ജയിച്ചത്. അതിലൊരു കുട്ടി എൻ്റെ കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് വീടെടുക്കുന്ന കാര്യത്തിലും UK പോയിരിക്കുന്ന ആരെങ്കിലും പേരൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം, വലിയ ബുദ്ധിമുട്ടുകളാണ്. വീട് കിട്ടുവാനും ഇവരെ കൊണ്ടുപോകാനും ഹസ്ബൻഡിന് ജോലി കിട്ടുവാനും കൊച്ചിനെ സ്കൂളിൽ ചേർക്കുവാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കൺട്രിയാണ്. എന്നാൽ പോലും മോൾക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരു വീട് ലഭിക്കുകയും അതുപോലെ തന്നെ ഹസ്ബൻഡിന് NHS തന്നെ ഹസ്ബൻഡിന് ഇവിടെ ചെന്നതിൻ്റെ പിറ്റേ മാസം തന്നെ ഒരു ജോലി ലഭിക്കുകയും കൊച്ചിന് നല്ല ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഹസ്ബൻഡിന് വണ്ടിയില്ലാതെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് 5-6 പ്രാവശ്യം എഴുതിയാൽ മാത്രമേ അവിടുത്തെ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. അവിടെ മോളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന അവരുടെ വീടിന് ചുറ്റും അമ്പലം ഉള്ള അതാണ്, അവരുടെ കുടുംബത്തിൽ തന്നെ അമ്പലമുള്ളതാണ്. അതുപോലെ തന്നെ ആ വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്ന ആളായതുകൊണ്ട് അവന് എങ്ങനെ ഇതിനെ പ്രതികരിക്കും എന്നുള്ളത് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അവൻ UK പോകുന്നതിന് മുമ്പായിട്ട് മോള് വിളിച്ചു പറഞ്ഞു, ചേട്ടാ, ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് വരുമോ, എനിക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുവാനാണെന്ന് പറഞ്ഞു. അവനപ്പം അവരുടെ അമ്മയുടെ അടുത്ത് പോലും പറയാതെ കൊണ്ട് നേരിട്ട് ട്രെയിൻ കയറി തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചു, അമ്മ, എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു കൊടുത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവൻ പോയി UK പോയി. ഇവിടുന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളും കൊന്തയും അതുപോലെ തന്നെ ബൈബിളും, ചെറിയ ബൈബിളൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട്. ബൈബിള്, കൊന്ത, അമ്മയുടെ കാശുരൂപം, അമ്മയുടെ തൈലം,
ഇതെല്ലാം കൊണ്ടാണ് ഇവർ അവിടെ ജീവിക്കുന്നത് ഇപ്പം. അതുപോലെ തന്നെ ടെസ്റ്റിന് പോയ സമയത്ത് ഇതെല്ലാം വണ്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോവുകയും ആദ്യത്തെ ടെസ്റ്റിന് തന്നെ ഇവന് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെ വലിയൊരു വിശ്വാസത്തിലാണ് എൻ്റെ മകളുടെ ഭർത്താവ് ഇപ്പോൾ ഉള്ളത്. കൃപാസനത്തിൽ പോകും, അമ്മ പോകണം, അമ്മ പോയി അവിടെ സാക്ഷ്യം പറയണം, അമ്മ ഇവിടെ അവരുടെ അടുത്തേക്ക് ചെല്ലണം, അവരുടെ അടുത്തേക്ക് വരാനുള്ള എല്ലാ നടപടികളും നോക്കുന്നുണ്ട്. അമ്മയുടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മയ്ക്കെല്ലാം സാധിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി പറയുകയും, അതുപോലെ തന്നെ അവനും എവിടെ പോയാലും ഇപ്പം ഒരു തലവേദന വന്നാൽ പോലും പരിശുദ്ധ അമ്മയുടെ തൈലം അവളോട് പറയും, എൻ്റെ തൈലം എടുത്ത് എൻ്റെ നെറ്റിക്കൊന്ന് കുരിശ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ അത് വരയ്ക്കുന്ന ഉടനെ തന്നെ അവൻ്റെ ആ തലവേദന മാറുന്നൊരവസ്ഥയും, അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ മറന്നു പോയാലും കാശുരൂപവും പിന്നെ ജപമാലയും എടുത്ത് വണ്ടിക്കകത്ത് വെക്കാതെ കൊണ്ട് അവൻ പോകത്തില്ല. എൻ്റെ കൊച്ചുമോള് 8 വയസ്സേ ഉള്ളൂ. അവൾ വലിയ വിശ്വാസത്തിൽ അവിടെ ഞായറാഴ്ച ദിവസം വരുന്ന ദിവസം അമ്മയ്ക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ നോക്കിയിരിക്കുകയാണ്, പള്ളിയിൽ പോകും. അവരമ്മയും മോളും പള്ളിയിൽ പോയി അവിടുത്തെ കുർബാന കണ്ടിട്ടാണ് എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോൾ പറയാറുണ്ട്, അമ്മാമ്മ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഇന്ന സാധനങ്ങൾ കൃപാസനത്തിൽ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് എന്നോട് ലിസ്റ്റ് തന്നിരിക്കുകയാണ്. അതുപോലെ വലിയ അനുഗ്രഹം എൻ്റെ പരിശുദ്ധ അമ്മ എനിക്കിവിടെ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ നല്ലപോലെ അത്യാവശ്യം പൈസ ഇട്ട് ജീവിച്ച് വന്നിരിക്കുന്ന ഒരാളായിരുന്നത് കൊണ്ട് ഞാൻ ബഹറിനൊക്കെ പോയിട്ട് അവൾ UK പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുകയുണ്ടായി. അപ്പോൾ ഇവിടെ വന്നപ്പം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസകളെല്ലാം തീർന്നു. എനിക്കൊരു വലിയ സങ്കടത്തിലും വലിയ ബുദ്ധിമുട്ടിലും വലിയ മനപ്രയാസത്തിലും ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ 3 മണിയാകുമ്പോൾ പകൽ 3 മണിയാകുമ്പോൾ ഞാൻ എപ്പോഴും തിരി കത്തിച്ച് വെച്ച് മാതാവിൻ്റെ മുൻപിലും യേശുവിൻ്റെ മുൻപിലും ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ടായി. ദൈവമേ, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്തൊരവസ്ഥ, എനിക്കിങ്ങനെ നീ തന്നിട്ടില്ലല്ലോ, നീ എന്നെ വീണ്ടും വിഷമത്തിലേക്ക് ആക്കുവാണോ മാതാവേ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ അവിടെ കരഞ്ഞു കിടന്ന് സോഫയിലൊക്കെ കിടന്ന് മയങ്ങിപ്പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡ് കട്ടപ്പനയിൽ നിന്ന് വിളിക്കുവാണ്, എടി LICന്ന് അവർ വിളിച്ചിരുന്നു, നിന്നോട് അത്യാവശ്യമായിട്ട് അങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കിട്ടാനുണ്ടായിരുന്ന പൈസകൾ മൊത്തം ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടി, എല്ലാവരും എനിക്ക് തരാനുള്ള പൈസകൾ തന്നു. പക്ഷേ ഇങ്ങനെ ഒരു LICയിൽ ഇങ്ങനെ ഒരു പൈസ കിടപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ പോലും ഓർത്തിരുന്നില്ല. സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ എല്ലാം എടുത്ത് മാറ്റി കളയുകയും ചെയ്തിരുന്നു. എനിക്കൊന്നുമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് LICന്ന് അവരെന്നെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചിക്ക് ഇവിടം വരെ വരണം, കുറച്ച് പൈസ കിടപ്പുണ്ട്. കാരണം സാലറി കട്ടിങ്ങിൽ 2-3 പോളിസികളുണ്ടായിരുന്നു, അടഞ്ഞു പോയിരുന്നതാണ്. ഞാൻ ഓർക്കുന്നതേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാനിനി ഓഫീസിൽ ചെല്ലുമ്പം അവരുടെ സ്റ്റാഫുകളൊക്കെ എന്ത് വിചാരിക്കും, ഞാൻ നല്ല രീതിയിൽ ബ്രാഞ്ചിൻ്റെ ടോപ്പായിട്ട് തന്നെ ജോലി ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനിങ്ങനെ രാജിവെച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവരെല്ലാം എന്നെ ശരിക്കും വഴക്ക് പറയുമല്ലോ, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സഹായത്തിന് എല്ലാത്തിനും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഓഫീസിൽ വരെ എത്തിയത്. ഓഫീസിൽ ചെന്ന് ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറയുമായിരുന്നു, ദൈവമേ, എന്നെ നിന്ദിച്ചവരുടെയൊക്കെ മുൻപിൽ നല്ലതായിട്ട് എന്നെ മാനിക്കത്തക്ക വണ്ണം മാതാവ് എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അത് അക്ഷരം പ്രതി തന്നെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ LICയുടെ ഓഫീസിന് സ്റ്റെപ്പ് കയറി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇതാരാ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ ആനയിച്ചുകൊണ്ട് തന്നെ പോകുന്ന പോലെ തന്നെ LIC ഓഫീസിനകത്തേക്ക് കയറി അവർ ആ പോളിസി 3 എണ്ണം ഉണ്ടായിരുന്നത് സറണ്ടർ ചെയ്ത് എനിക്ക് 1,28,000 രൂപ അപ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരിക ചെയ്ത്. എനിക്കത് ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാൻ പറ്റത്തില്ല. കാരണം 1 രൂപ പോലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ അന്നേരം ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മ ആ സെക്കൻഡിൽ അപ്പോൾ തന്നെ എനിക്ക് ഇത്രയും പൈസ തന്ന് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഓരോ ദിവസവും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് സഹായിക്കുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്തുന്നുണ്ട്, എനിക്കൊരു പുനർജീവൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കാണെങ്കിലും എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഇളയ മോള് ഡോക്ടറായിട്ട് അമേരിക്കയിലാണുള്ളത്. അപ്പം അവളും കത്തോലിക്കയിലാണ് അവൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്നേഹിച്ച് കെട്ടിയതല്ല മോള്, അത് മാട്രിമോണിയിൽ ഇട്ട് തന്നെ ദൈവം ഈശോ ഞങ്ങൾക്ക് തന്ന ഇതിനനുഗ്രഹമാണ്. അപ്പം അവളും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. മൂത്ത മോളും അതുപോലെ തന്നെ നന്നായിട്ട് മോള് അവിടെ നിന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്ത് UK നിന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഉടമ്പടിയിലാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അവൾ എപ്പോൾ വന്നാലും ആ വരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ തിരുക്കുമാരൻ്റെ അടുത്തും പരിശുദ്ധ അമ്മയുടെ അടുത്തും വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ തിരിച്ച് വീട്ടിലേക്ക് പോകുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവൾ ഇരിക്കുന്നത്. അവളാണ് ഇന്ന് എന്നെ പറഞ്ഞു വിട്ടത്, അമ്മ എത്രയും വേഗം കൃപാസനത്തിൽ ചെല്ലണം, നമുക്കൊരു ദൈവവിളി പോലെ ഉണ്ടായി അമ്മ എന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ തിടുക്കത്തിൽ തന്നെ ഞാൻ ഇന്ന് നേരം വെളുത്തപ്പോഴാണ് ഞാൻ രാത്രിയിലാണ് ഓർത്ത് എനിക്കിന്ന് പോരണമെന്ന് ഞാനിപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോരുവാണ് ചെയ്തത്. എന്നെ ഈ ആൾത്താരിൽ നിന്ന് ഇത്രയും അനുഗ്രഹം തന്ന് എനിക്ക് പുനർജീവൻ തന്ന്
പുനർജീവനം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ 2-3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയതാണ്. കാരണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്നെ വിശ്വസിച്ച് കൊടുത്ത പൈസ കൊടുത്ത ആൾക്കാരുടെ അടുത്ത് മുഖത്ത് നോക്കി എനിക്ക് ഇല്ല എന്ന് പറയാനൊരവസ്ഥയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനൊക്കെ ഒരുങ്ങിയത്. അപ്പോഴെല്ലാം എൻ്റെ യേശു ക്രിസ്തുവും എൻ്റെ പരിശുദ്ധ അമ്മയും, ഞാൻ നേരത്തെ തൊട്ടേ മാതാവിനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അവിടെയുള്ളവരെല്ലാവരും പറയും ചേച്ചി മാതാവിൻ്റെ ആളാണ്, ചേച്ചിക്ക് ഒരു കുഴപ്പവും വരില്ല എന്നെല്ലാവരും പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എനിക്ക് അന്നും ഇന്നും ഉണ്ടായിരുന്നത്. ഇപ്പോഴെല്ലാവരും പറയും ചേച്ചിക്ക് എന്ത് വേണം, ചേച്ചി പ്രഭാസന മാതാവ് ചേച്ചിയുടെ കൂടെയുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടുകാരെയും 2-3 കുടുംബങ്ങളെ ഇവിടെ വിട്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന പാലായിൽ അടുത്തുള്ള ക്രിസ്ത്യൻസ് കുടുംബങ്ങൾ 4 പേരെയും കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അവരെല്ലാ മാസവും വരുന്നില്ല. അപ്പം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങിച്ചുകൊണ്ട് ഈ പാലായിലെ സർക്കാർ ആശുപത്രികളിൽ രോഗികളെ കണ്ട് അവർക്ക് പത്രം കൊടുക്കുകയും വയ്യാത്ത ആൾക്കാരെ ചില ദിവസങ്ങളിൽ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെ നവജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ട് പാലായിൽ, വലിയ ദുരിതം അനുഭവിക്കുന്നൊരു ട്രസ്റ്റാണ്. അവിടെ ഞാൻ എല്ലാ മാസവും ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അതിലെ വരും, ഞാൻ ചെന്നതിന് ശേഷമാണ് അതിലെ ഭക്ഷണം എടുക്കാനായിട്ട് അവിടെ നിന്ന് ആൾക്കാർ വരും. അപ്പോൾ ഞങ്ങൾ കുറേ വീട്ടുകാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പോകുന്ന വഴികളൊക്കെ എൻ്റെ മുൻപിൽ ആരെങ്കിലും കൈ നീട്ടിയാൽ എൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ ഞാൻ അവരെ കൊടുത്ത് സഹായിക്കാറുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ഇങ്ങനെയൊന്നും ആർക്കും കൊടുത്ത് സഹായിക്കാറില്ലായിരുന്നു. ധർമ്മം കൊടുക്കുന്ന ആൾ അവർ കൊണ്ടേ ആണുങ്ങളാണെങ്കിൽ കള്ള് കുടിക്കും, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാനിപ്പം. ഞാൻ അവരെ നോക്കിയിട്ട് അവർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ എന്നെ കഴിയുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ട്രസ്റ്റുകളിൽ ഞാൻ മറ്റ് നവജീവൻ പോലെയുള്ള 1-2 ട്രസ്റ്റുണ്ട്. അവിടെ ആഹാരങ്ങൾ അരി സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ഈ എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, അച്ഛൻ്റെ ആരാധന കേൾക്കും. അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും. ആ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതൊക്കെ പലരെയും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ അവർക്കൊക്കെ വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഇവിടെ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന, ഈ ആൾത്താരിൽ കയറ്റി നിർത്തി എന്നെ സംസാരിപ്പിക്കാൻ അനുവാദം തന്ന